കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുന്നതിനായി ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. നമുക്കൊരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പോകാം. നാഥാ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തെ പഠിക്കുന്നതിനായി അടിയങ്ങൾ നിൻ്റെ പുസ്തകത്തെ തുറക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അടിയങ്ങളോട് കൂടെ ഇരിക്കുവാൻ സഹായിക്കണമേ. അടിയങ്ങളെ നയിക്കണമേ. അവിടുത്തെ അനുഗ്രഹം തന്ന് അടിയങ്ങളെ പരിപാലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് നിത്യത എന്ന് പറയുന്നത്. നിത്യത എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് പോലെ തന്നെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിക്കാത്തതായ രണ്ട് കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുന്നതായ ഓരോ മനുഷ്യൻ്റെയും മുൻപിലുള്ളതായ ഈ രണ്ട് കാര്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായ സമയത്ത് ധനികനായ ഒരു മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ കൂടെ നടന്നതായ മനുഷ്യരോട്, തൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ പുരുഷാരത്തോട് കർത്താവ് പറഞ്ഞതായ ഈ ഉപമ നാം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ളതായ ഭാഗത്ത് വായിക്കുന്നു. ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഒരു ധനികനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ആ ധനികനായ മനുഷ്യൻ്റെ, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ, അതായത് ഇന്ന് നാം ജീവിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ ഉള്ളതായ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും വിദേശ രാജ്യത്തൊക്കെയും പോയി ധാരാളം ധനം സമ്പാദിച്ചുകൊണ്ട് വന്നതിന് ശേഷം വലിയ ഒരു വീട് ഒക്കെയും പണിത്, അതിനകത്ത് നല്ല ഒരു പൂന്തോട്ടം ഒക്കെ പണിത്, പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ച്, നല്ല കാറും വലിയ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായ ചില നായ്ക്കളെയും ഒക്കെ വളർത്തി ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ, ഒരു കർഷക പശ്ചാത്തലത്തിൽ ഉള്ളതായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. ആ വ്യക്തിയുടെ നിലം നല്ല ഭംഗിയായിട്ട് വിളഞ്ഞ് ഇഷ്ടംപോലെ ധാരാളം വിളവ് ആ മനുഷ്യനുണ്ടായി. ഉണ്ടായത് കണ്ടിട്ട് ആ മനുഷ്യൻ സ്വന്തം ഭവനത്തിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഭൂമിയിൽ ഇഷ്ടംപോലെ വിളവ് ഉണ്ടായിരിക്കുന്നു, എൻ്റെ കൃഷിയൊക്കെയും ഞാൻ ചിന്തിച്ചതിലും വളരെയധികം വിളവ് തന്നിരിക്കുന്നു. ഇനിയും ഇതൊക്കെയും കൂട്ടിവയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് സ്ഥലം പോരാ. ആകയാൽ ഉള്ളതായ സ്ഥലത്തെ ഞാൻ പൊളിക്കും. കൂടുതൽ സ്ഥലമുള്ളതായ കെട്ടിടങ്ങൾ ഞാൻ പണിഞ്ഞിട്ട് ഇതൊക്കെയും ഞാൻ അവിടെ കൂട്ടിവെച്ചിട്ട് ഇനിയും വരുന്ന അനേക വർഷങ്ങൾ എനിക്കിനിയും പണിയൊന്നും ചെയ്തില്ലെങ്കിലും കൃഷിയൊന്നും ചെയ്തില്ലെങ്കിലും ജീവിക്കുവാൻ സാധിക്കും. ആകയാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അങ്ങനെ സന്തോഷത്തോടുകൂടെ ഞാൻ മുൻപോട്ട് പോകും എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വളരെ അപ്രതീക്ഷിതമായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ദൈവം ഈ മനുഷ്യനോട് സംസാരിക്കുന്നത് നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നത്, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവം പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്,
അവൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതായ ഒരു സമയത്ത് ആയിരിക്കത്തില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ദൈവിക ഇടപെടൽ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നത്, അവനോട് സംസാരിക്കുന്നത്, അവനെ മൂഢ അല്ലെങ്കിൽ ഭോഷ എന്ന് വിളിക്കുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതായ ഒരു സമയത്തല്ല. ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ഉണ്ടാക്കി വെച്ചിട്ട് നീ നിൻ്റെ ഹൃദയത്തോട് പറയുകയാണ്, എനിക്ക് അനേക വർഷത്തേക്കുള്ളത് ഞാൻ സമ്പാദിച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവം ചോദിക്കുക, മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഈ ഒരുക്കി വെച്ചതൊക്കെയും ആർക്കാകും എന്ന്. ഈ ലോകത്തിലെ സാമ്പത്തിക ഭദ്രതയിൽ ഊന്നുന്നതായ മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ലോകത്തിൽ, ഈ ലോകത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാതെ, ഒരു മരണമുണ്ട് എന്ന് ചിന്തിക്കാതെ, ഒരു ന്യായവിധിയുണ്ട് എന്ന് ചിന്തിക്കാതെ, ഇവിടെ മാത്രം ഉള്ളതായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ ഒരു വ്യക്തി, ഇങ്ങനെ ചിന്തിക്കുന്നതായ, ഇങ്ങനെ ജീവിക്കുന്നതായ വ്യക്തികൾ നമ്മുടെ മധ്യത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെയാണ് യേശുക്രിസ്തു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് വിളിക്കുകയാണ് മൂഢ, ഭോഷ. ഒരുപക്ഷെ ദൈവം ഒരു മനുഷ്യനെ ഭോഷ അല്ലെങ്കിൽ മൂഢ എന്ന് വിളിക്കുന്ന ഏക വാക്യമായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ദൈവം മൂഢ എന്ന് വിളിക്കുവാൻ കാരണമായി തീർന്നത് എന്നുള്ളതായ ചില കാര്യങ്ങൾ, അതിന് ഉള്ളതായ ചില കാരണങ്ങൾ മാത്രം ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ഈ മനുഷ്യൻ ഒരു മൂഢനാണോ? നമ്മളാണ് എങ്കിൽ ആ മനുഷ്യനെ മൂഢനെന്ന് വിളിക്കുമോ? നന്നായി കൃഷി ചെയ്ത് ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാക്കിയതായ ഒരു വ്യക്തിയെ, നമ്മുടെ അയൽവക്കത്ത് നല്ല സമ്പത്തുള്ളതായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നാം ആ വ്യക്തിയെക്കുറിച്ച് എന്തു പറയും? അദ്ദേഹം വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഭോഷനാണ്, ഒരു മൂഢനാണെന്ന് നാം ഒരിക്കലും പറയത്തില്ല. എന്നാൽ മനുഷ്യൻ്റെ കണ്ണിൽ, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിയുള്ളതായ അനേകരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ ഭോഷന്മാരാണ്. ഈ മനുഷ്യനെ ദൈവം ഭോഷ അല്ലെങ്കിൽ മൂഢ എന്ന് വിളിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ മനുഷ്യൻ മരണബോധം ഇല്ലാതിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു എന്നതുകൊണ്ടാണ്. ആ മനുഷ്യൻ ചിന്തിക്കുന്നത്, അവന് നിത്യമായി ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരുന്ന് അവൻ ഉണ്ടാക്കിയിരിക്കുന്നതായ വസ്തുവകകൾ കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, ഭക്ഷണം അല്ലെങ്കിൽ അവൻ്റെ കളപ്പുരകളിൽ നിറച്ചു വെച്ചിരിക്കുന്നതായ ധാന്യം കൊണ്ട് തിന്ന് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും എന്നാണ്. ഒരു മരണം എന്ന് പറയുന്നതായ ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. സങ്കീർത്തനക്കാരൻ 39 സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ ഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. കർത്താവേ, എൻ്റെ അവസാനത്തെക്കുറിച്ച് എനിക്കൊരവസാനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എനിക്കൊരവസാനമുണ്ട് എന്നെനിക്കറിയാം. ആ അവസാനത്തെക്കുറിച്ച് നീ എന്നെ അറിയിക്കണമേ. എൻ്റെ ആയുസ് എത്ര എന്ന് നീ എന്നെ അറിയിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളം ആക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നും ഇല്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരനിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മനുഷ്യൻ എത്ര ശക്തനായാലും, അവൻ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, അവൻ എത്ര PhD ഉണ്ടെങ്കിലും, എത്ര സമ്പന്നനായാലും, എത്ര ആരോഗ്യമുള്ളവനായാലും, എത്ര സൗന്ദര്യമുള്ളവനായാലും, അവൻ്റെ ജീവൻ എന്ന് പറയുന്നത്, അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂവിന്, പുഷ്പത്തിന്, വയലിലെ പുല്ലിന് തുല്യം
എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇവിടെ നാം വായിച്ചത്, മനുഷ്യരൊക്കെയും വെറും നിഴൽ ആയി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. സങ്കീർത്തനം 90 1 മുതൽ 12 വരെയുള്ളതായ ഭാഗത്തും ഇതേപോലെ ഉള്ളതായ ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ വർഷങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് അതിവേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സഹോദരി സഹോദരങ്ങളെ, ബുദ്ധി ഉള്ളവരായി തീരണം എങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ നാളുകളെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കൊരു മരണം ഉണ്ടാകും ഒരു ദിവസം എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനിൽ കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ പറയുന്നത്, സങ്കീർത്തനം 90 മോശ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ ഒരു നെടുവീർപ്പ് പോലെ ഞങ്ങൾ തീർക്കുന്നു, ഞങ്ങളുടെ നാളുകൾ ഒരു നെടുവീർപ്പ് പോലെ മാറിപ്പോകുന്നു എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നാളുകളെ, നിങ്ങൾ എത്ര നാൾ ജീവിച്ചു എന്ന് ഇതുവരെ നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ? ഇനിയും എത്ര നാൾ ജീവിക്കും എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ എത്ര നാൾ ജീവിച്ചു, എത്ര ദിവസം നിങ്ങൾ ജീവിച്ചു, എത്ര മണിക്കൂറുകൾ നിങ്ങൾ ജീവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഒരു ദിവസം നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകാതെ കടന്നു പോകേണ്ടവരാണ്. തിമോത്തിയോസിന്, യൗവനക്കാരനായ തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസ് 6:7 കൊടുക്കുന്നതായ ഉപദേശം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറയുന്നത്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതും അല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും ദ്രവ്യാഗ്രഹം സർവ്വവിധ ദോഷത്തിനും മൂലം ആകുന്നുവല്ലോ എന്നാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുന്നത്, ഈ ലോകത്തിൽ നാം ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായി ജീവിക്കണം. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊന്നും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കത്തുമില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മരിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? മരണത്തിന് നിങ്ങൾ തയ്യാറായിട്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണോ? നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ എന്തിനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. നാം ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനു മുൻപേ നാം നമ്മുടെ പെട്ടിയൊക്കെയും തയ്യാറാക്കി വെക്കും, നമ്മുടെ വസ്ത്രം തയ്യാറാക്കി വെക്കും, നാം കുളിക്കും, നാം എല്ലാ കാര്യങ്ങളും നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ചെയ്യും. മരണത്തിന് വേണ്ടി നാം തയ്യാറായിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരു മരണവും അതിനുശേഷം ഒരു ന്യായവിധിയും ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെ കൂടാതെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4:13 മുതൽ 17 വരെയുള്ളതായ ഭാഗത്ത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഈ മനുഷ്യനെ ദൈവം ഭോഷൻ എന്ന് വിളിക്കുവാൻ ഉള്ളതായ ഒന്നാമത്തെ കാരണം അവന് മരണബോധമില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം മരിക്കും എന്നുള്ളതായ ചിന്തയില്ലായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചവൻ അല്ല, ദൈവബോധമില്ലാതെ ജീവിച്ചതായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവൻ സ്വയം നേട്ടത്തിൽ, അവൻ്റെ സ്വന്തം നേട്ടത്തിൽ അവൻ അത്യധികം അഹങ്കരിക്കുന്നത്. അവൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഉണ്ടാക്കി, ഞാൻ ഇനിയും തിന്ന് കുടിച്ച് ആനന്ദിച്ച് ഇങ്ങനെ ജീവിക്കും എന്നാണ്. എന്നാൽ
ദൈവം പറയുന്നത് നാം ദൈവത്തെ അന്വേഷിക്കണം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 6:33 കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നാണ്. നാം ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ രാജ്യത്തെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ നീതിയെ അന്വേഷിക്കണം. അതെങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? മറ്റു കാര്യങ്ങളൊക്കെയും അന്വേഷിക്കുന്നതിന് മുൻപേ നാം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടവരാണ്. യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവീൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ എന്ന് ദിനവൃത്താന്തം 16:11 1 ദിനവൃത്താന്തം 16:11 നാം വായിക്കുന്നു. ആകയാൽ ദൈവം ഈ മനുഷ്യനെ ഭോഷൻ എന്ന് വിളിക്കുവാൻ, മൂഢൻ എന്ന് വിളിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം അവൻ ദൈവബോധമില്ലാത്തവനായിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണത്തിലേക്ക് ഞാൻ വരട്ടെ. ദൈവം അവനെ മൂഢൻ എന്ന് വിളിക്കുവാനുള്ളതായ മൂന്നാമത്തെ കാരണം നിത്യജീവനെക്കുറിച്ചുള്ളതായ ചിന്ത ഈ മനുഷ്യനില്ലായിരുന്നു എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവൻ, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവൻ, നിത്യജീവനെക്കുറിച്ച് ചിന്തയില്ലാത്തവൻ, ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കാം എന്ന് ചിന്തിച്ചവൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമാലേഖനം 6:23 നാം ഇപ്രകാരം വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനെക്കുറിച്ച് ഈ മനുഷ്യൻ ചിന്തിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 25:46 ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും എന്ന് കർത്താവ് പറയുകയാണ്. നിത്യജീവൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവൻ, ഇന്ന് നാം അനുഭവിക്കുന്നതായ ഈ ജീവൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ ഈ മനുഷ്യൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അവൻ ചെയ്തതായ മൂന്നാമത്തെ തെറ്റ്. ദൈവം അതുകൊണ്ടാണ് അവനെ മൂഢൻ എന്ന് വിളിക്കുന്നത്. അവൻ ചെയ്തതായ നാലാമത്തെ തെറ്റ് എന്താണ്? ദൈവം അവനെ മൂഢൻ എന്ന് വിളിക്കുവാനുള്ളതായ നാലാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അവൻ മറ്റുള്ളവരെക്കുറിച്ച് യാതൊന്നും ചിന്തിച്ചിരുന്നില്ല. അവൻ്റെ അയൽപക്കത്ത് മനുഷ്യരുണ്ട്. അവൻ്റെ അയൽപക്കത്ത് ഒരുപക്ഷെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, സമ്പന്നരല്ലാത്ത, അവരുടെ ഭൂമി നന്നായി വിളയാത്തതായ മനുഷ്യർ അവൻ്റെ അയൽപക്കത്തുണ്ടാകാം. അവരെക്കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ അങ്ങനെ ചിന്തിക്കുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ യാതൊരു രേഖയുമില്ല. അവൻ അവനെക്കുറിച്ച് മാത്രം ആണ് ചിന്തിക്കുന്നത്. ഞാൻ ജീവിക്കും, സമ്പന്നനായി ഞാൻ ജീവിക്കും, സന്തോഷത്തോടെ ഞാൻ ജീവിക്കും, ആനന്ദിക്കും, തിന്നും കുടിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അയൽപക്കക്കാരനെക്കുറിച്ചും ചിന്തിക്കണം എന്നാണ്. യാക്കോബിൻ്റെ ലേഖനം 2:5 ഞാൻ വായിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ദരിദ്രനെ അപമാനിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദരിദ്രനെ സഹായിപ്പാൻ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ദരിദ്രരോട്, സമ്പത്തിൽ കുറവുള്ളവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് നിറവേറ്റാഞ്ഞതാണ് ഈ മനുഷ്യൻ ചെയ്തതായ ഏറ്റവും വലിയ തെറ്റ്. 1 തിമോഥെയോസിൻ്റെ ലേഖനം 6:18 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലവും ഔദാര്യവുമുള്ളവരായി ജീവിപ്പാനും നാം ശ്രമിക്കണം എന്നാണ്. ദാനശീലരായി, ഔദാര്യമുള്ളവരായി, എഴുന്നേറ്റ് നിൽപ്പാൻ സാധിക്കാത്തവരെ, സാമ്പത്തികമായി എഴുന്നേറ്റ് നിൽപ്പാൻ സാധിക്കാത്തവരെ നമ്മുടെ പക്കൽ ഉള്ളതിനനുസരണമായി നാം താങ്ങി നിർത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. 1 കൊരിന്ത്യർ 10:33 ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഞാൻ എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. എബ്രായ ലേഖനം 13:16 എബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാൻ മറക്കരുത്, കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അയൽപക്കക്കാരനെ കാണാതെ അവൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ, അവൻ്റെ പ്രയാസങ്ങളിൽ അവനെ താങ്ങി നിർത്താതെ, നന്മ ചെയ്യാതെ, കൂട്ടായ്മ കാണിക്കാതെ ദേവാലയത്തിൽ പോയിരുന്ന് പാട്ടുപാടി ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്,
നമ്മുടെ അയൽപക്കക്കാരനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:4 ഓരോരുത്തൻ തൻ്റെ ഗുണം മാത്രമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:4 ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഗുണം മാത്രമല്ല നാം നോക്കേണ്ടത്, മറ്റുള്ളവരെ കൂടെ നാം ചിന്തിക്കണം. ലൂക്കോസ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഞാൻ വലിയ സമ്പന്നനായിട്ട് വലിയ ലക്ഷൂറിയസ് ആയിട്ട് ഞാൻ അങ്ങ് ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ്, ദൈവവചനത്തിന് വിരുദ്ധമാണ്, തെറ്റാണ്. ചിലർ ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിലുള്ളതായ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായ പണം കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നത്, എൻ്റെ പണമല്ലയോ ഞാൻ ചിലവാക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഛേദമെന്ന്. നമുക്ക് യാതൊരു ഛേദവുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം പ്രസ്താവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും എന്നാണ്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കട്ടെ. 1 യോഹന്നാൻ്റെ ലേഖനം 3:17 എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഈ ലോകത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ സഹായിക്കാതെ ഇരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ദൈവം തമ്പുരാൻ്റെ വചനമാണിത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ മനുഷ്യനെ ദൈവം മൂഢനെന്ന് വിളിക്കുവാനുള്ള മൂന്നാമത്തെ കാരണം അവൻ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25:35 മുതലുള്ളതായ ഭാഗത്ത് കർത്താവ് വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു തുടങ്ങിയ ഭാഗം. അതിനുശേഷം കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്കും ചെയ്തിരിക്കുന്നു. അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു. ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്കും ആകുന്നു. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോട് പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? യാക്കോബ് അപ്പോസ്തലൻ്റെ ഉപദേശമാണ്, ചോദ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ 6:2 നാം വായിക്കുന്നത് തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്നാണ്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമുക്കറിയാം. ധനവാൻ നരകത്തിൽ പോകാൻ ഒരു കാരണമേ ഉള്ളൂ, ലാസറിനെ സഹായിച്ചില്ല എന്നുള്ളതാണ്. ദൈവം തമ്പുരാൻ മടങ്ങി വരുവാൻ തക്കവണ്ണം പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നാം മൂഢന്മാരായി കാണാതെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ വചനത്തെ കേട്ടതായ നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. മറ്റുള്ളതായ മനുഷ്യരോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട് എന്ന് നീ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ അടിയങ്ങളും എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ, ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ലഘുലേഖകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്നതായ വിലാസത്തിൽ ടെലിഫോണിൽ അഥവാ ഇമെയിൽ അഡ്രസ്സിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.